subscribe to Healthy Flavors and stay healthy. Also press the bell icon to get notified of our new videos. Hi, I'm Deepa from Healthy Flavors. ഇന്ന് നമ്മൾ ഹെൽത്തി ഫ്ലേവേഴ്സിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൂപ്പാണ്. നമ്മൾ പല വിധത്തിലുള്ള സൂപ്പ് ഇന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കൊടങ്ങലാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് കൊടങ്ങൽ. അതിന് വേറൊരു ഇംഗ്ലീഷ് പേരും കൂടെ ഉണ്ട്, ഇന്ത്യൻ പെന്നിവേർട്ട് എന്ന് പറയും. അത് കൂടാതെ കൊടങ്ങലിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രെയിൻ ടോണിക് ആണ്. അത് കാരണം കൊടങ്ങല് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ബ്രെയിൻ സ്റ്റിമുലേഷൻ വേണ്ടിയിട്ട്, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടങ്ങല് വളരെ നല്ലൊരു മെഡിസിനാണ്. അതുകൂടാതെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് കൊടങ്ങല്. ഇതൊന്നും കൂടാതെ ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ കഫത്തിനെയും പിത്തയും ഒരുമിച്ച് ബാലൻസ് ചെയ്യുന്നതാണ് കൊടങ്ങല്. അത് കൂടാതെ ചുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കഫ് എക്സ്പെക്ടോറിന് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൊടങ്ങല് കുറച്ച് അരച്ച് അതൊന്ന് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുമ വളരെ പെട്ടെന്ന് മാറുന്നതാണ്. ഇത്രയും പോലെ നമുക്ക് ഈ ഒരു കൊടങ്ങലിനെ കൊണ്ടുള്ള ഗുണങ്ങൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. സരിതയാണ് നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൂപ്പ് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ സരിത ഇത് എങ്ങനെയാണ് ചെയ്തു തരുന്നതെന്ന് പറയും. കൊടങ്ങലാണ്. ഇത് കുറച്ചും കൂടെ ചിലടത്ത് വലിയ ഇല നമുക്ക് കാണാൻ പറ്റും. അറ്റ നമ്മൾ ഈ പെൻസിൽ കട്ടറിട്ട് കട്ട് ചെയ്ത മാതിരി ഉണ്ടാവും. പക്ഷെ നല്ല അല്ലേ, കുറച്ചും കൂടെ നല്ല വലിയ ഇല കിട്ടും. അതിന്റെ വേരും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, കളയുന്നില്ല, ഒരുമിച്ച് നമ്മൾ എടുക്കുവാണ്. ചെറിയ ഉള്ളി, ശകലം ചെറിയ ഉള്ളി, കുരുമുളക്, കുറച്ച് ഉപ്പ് അധികം ആവശ്യത്തിന്, പിന്നെ കുറച്ച് നെയ്യാണ്. നമ്മൾ എണ്ണയ്ക്ക് വരെ ഇവിടെ നെയ്യാണ് സൂപ്പിൽ ഉപയോഗിക്കുന്നത്. ചെറുത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് വിവരിച്ചു തരാം. കൊടങ്ങല് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കും. എന്നിട്ട് ബാക്കി ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞ് ഈ കൊടങ്ങല് അരച്ചത് അതിലിട്ട് കുരുമുളക് പൊടി മൂപ്പിച്ചെടുക്കും. എളുപ്പമാണ് ഇത് പറഞ്ഞനുസരിച്ച്. കൊടങ്ങലിനെ നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ച് നല്ലപോലെ അരച്ചെടുക്കുക. നെയ്യാണ് നമ്മൾ എണ്ണയ്ക്ക് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത്. നെയ്യിൽ ചെറിയ ഉള്ളി വളരെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് അതൊന്ന് മൂപ്പിക്കുക. ഉപ്പും കുരുമുളക് പൊടി, ഇതൊന്നും ഇല്ല. നമ്മളാണെങ്കിൽ മറ്റേ ഈ കോൺഫ്ലവറും ആർട്ടിഫിഷ്യൽ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, തലച്ചോറിന് ഏറ്റവും ബ്രെയിൻ ടോണിക് ആണിത്. അതുകൂടാതെ ഇത് യൂട്രസിനും വളരെ നല്ലൊരു, അതിൻ്റെ അകത്തുള്ള ദുഷിച്ച ഇതൊക്കെ പോകാനായിട്ട് നമ്മൾ ഇത് കൊടങ്ങൽ ഉപയോഗിക്കാറുണ്ട് സാധാരണ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഉണ്ടാക്കാം. സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാം. ആദ്യം നെയ്യ് ഒഴിക്കും. എണ്ണ വേണമെന്നുള്ളവർക്ക് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി കൊടുക്കാം ചെറുതായിട്ട്, നല്ല വളരെ കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചെറിയ ഉള്ളി കനം കുറച്ച്, വളരെ കനം കുറച്ചായിരിക്കും. നല്ല മൂത്ത് വരും. അത് ബ്രൗൺ കളറാണ്. അത് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഈ കൊടങ്ങല് കുറുക്കിയിട്ട് അരിമാവിനകത്ത് അരച്ച് കരിപ്പട്ടിയും കൂടി ഇട്ട് കുറുക്കി മാവ് മാതിരി ആക്കി കഴിച്ചിട്ടുണ്ട്. സൂപ്പ് പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഷെയർ ചെയ്താണ് അറിയുന്നത് ഇങ്ങനെ സൂപ്പ് ഉപയോഗിക്കാന്നുള്ളത്. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ. പ്രത്യേകം ആ ഒരു പരുവം നോക്കിക്കൊള്ളുക. തീരെ മൂക്കാതിരുന്നാൽ അത് ഉള്ളിയുടെ പച്ച ചവര്, അതായത് ഈ ഒരു പരുവത്തിൽ ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത്. എന്നാൽ നല്ല മൂക്കയും വേണ്ട, ഒരു ഇടപ്പരുവം. ഇനി നമ്മൾ അരച്ചു വെച്ച കൊടങ്ങൽ അതിലേക്ക് ഒഴിച്ചു. കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ അതിൽ ശകലം വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി കൊടുക്കും. നമ്മളിനി കുറച്ച് ഉപ്പ് മതിയെന്നോ? ഒട്ടും പാടില്ല. മരുന്ന് ആയതുകൊണ്ട് നമ്മൾ കഴിവതും ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ ചിലവർ കല്ലുപ്പ്
കല്ലുപ്പ് സാധാരണ നമ്മൾ വേണമെങ്കിൽ മരുന്നിനൊക്കെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദുപ്പ് ഉപയോഗിക്കാം. അത് കിട്ടുന്നവർക്ക് ഇന്ദുപ്പ് വാങ്ങി ഉപയോഗിക്കാം കല്ലുപ്പില്ലെങ്കിൽ. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അതൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാം. നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ആവശ്യത്തിന് കട്ടി എന്നാൽ കുറച്ച് ലൂസുമാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി പിടിക്കാനുള്ള ആ ഒരു പരുവത്തിനായിരുന്നു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടിയും കുറഞ്ഞ് നമുക്ക് കുരുമുളക് പൊടി ഇടാം. കൊടങ്ങൽ സൂപ്പ് അവിടെ തിളയ്ക്കുമ്പോഴേ എൻ്റെ വായിൽ വെള്ളം വന്നു. സൂപ്പ് നല്ല ചൂടോടുകൂടി ആ ഒരു മണം, നെയ്യ്, പ്രത്യേകിച്ച് നെയ്യിൽ ആ ചെറിയ ഉള്ളി മൂത്തപ്പോൾ നല്ല മണമാണ്. ഇപ്പം നല്ല ചൂടോടുകൂടി ഇരിപ്പുണ്ട്. പിടിക്കാൻ തന്നെ വയ്യ. ഒന്ന് എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നന്നായിട്ടുണ്ട്. ഉപ്പ് ശകലം കുറവാണ്. സരിത പറഞ്ഞു ഉപ്പ് കുറച്ച് മതിയെന്ന് പറഞ്ഞു. സൂപ്പ് നന്നായിട്ടുണ്ട്. കുരുമുളക് പൊടി ശകലം കൂടെ വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് ഇടിയിട്ട് കുടിക്കുന്നതാണ്. കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ ആകാം. കൊടങ്ങൽ സൂപ്പ് വളരെ നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് നിങ്ങൾ കൊടങ്ങൽ ഇങ്ങനെ സൂപ്പാക്കി കഴിക്കാൻ നോക്കുക. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബ്രെയിൻ ടോണിക്കാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ ഇത് കൊടുത്തു തുടങ്ങിയാൽ അവരുടെ ബ്രെയിനിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ബി ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.